no! അതെ ക്ലാസ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കൈ തട്ടി അറിയാതെ പൊട്ടി. കള്ളൊന്നും തട്ടില്ല, പക്ഷെ കപ്പ് മൊത്തം പൊട്ടി. ശരി, ഞാൻ പെറുക്കി എടുക്കാം. മാറില്ല, ഞാൻ ചീനാക്കിക്കോളാം. ആ അമ്മായിമ്മ എന്റെ അമ്മാരുടെ കാലാണ് ക്ലാസ് പൊട്ടിയെങ്കിൽ എന്നെ കൊന്നിട്ടുണ്ടായിരുന്നു. എന്താണ് എന്റെ ഭാഗ്യം, ഇങ്ങനെ അമ്മായിമാരെ കിട്ടാൻ. ഹലോ, ആ പറയടി. എനിക്ക് സുഖല്ലേ? ആടി സുഖമായിട്ടിരിക്കണ, കുഴപ്പമൊന്നുമില്ല. അതിന്റെ വിശേഷം എന്തൊക്കെ? കൊഴപ്പല്ല. അന്റെ അമ്മായിമ്മ എങ്ങനെയുണ്ട്? ആടി ഞാൻ അതിനോട് പറയാൻ നിൽക്കായിരുന്നു. ഇന്ന് രാവിലെ പാത്രം കഴിക്കുന്ന സമയത്തെ ഒരു ക്ലാസ് താഴെ വീണ് പൊട്ടിട്ടോ. സത്യത്തിൽ ഞാൻ നല്ല പേടിച്ചു. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അമ്മ ചീത്ത പറയാനൊക്കെ ഞാൻ വിചാരിച്ചു. ഇതറില്ലേ? ഇല്ലടി, ചീത്ത പറഞ്ഞില്ലാന്ന് മാത്രല്ല ഉമ്മാക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിലെങ്ങാനും ഞാൻ പാത്രം കഴിക്കുമ്പോൾ ഒരു ഗ്ലാസ് കാര്യം പൊട്ടിയാണ്ടല്ലോ എന്റെ അമ്മ എന്നെ കൊണ്ടിട്ടുണ്ടാവും. പക്ഷെ അമ്മായി ഒന്നും പറഞ്ഞില്ലടി. അന്റെ ഒരു ഭാഗ്യം, ഇന്ന് എന്റെ കയ്യിൽ നിന്നൊരു ഫ്ലൈറ്റ് വീണു. ഇന്നെ പറയാതായിട്ട് ഒന്നുമില്ല എന്റെ അമ്മായിമ്മ. എനിക്ക് എന്തായാലും ഭാഗ്യം, നല്ല സ്നേഹമുള്ള തോന്നുന്നുണ്ട്. എന്നാ ശരി. ആ ശരിയടി, ഞാൻ വിളിക്കണ്ട്. എന്താ മോളെ ഒച്ച കേട്ടത്? ആ ബക്കറ്റ് പൊട്ടിച്ചോ? ബക്കറ്റ് എടുക്കുമ്പോ നേരെ നോക്കി എടുക്കട്ടോ. ഞാൻ കൊറേ മുന്നേ വാങ്ങിയ ബക്കറ്റ് ഇതുവരെ പൊട്ടിച്ചില്ല. എന്താ മോളെ ആ കലം പൊട്ടിച്ചോ? പൊട്ടിയിട്ടില്ലമ്മ, അത് കൈ തട്ടി അറിയാതെ വീണതാണ്. കല്യാണം കഴിഞ്ഞ വന്ന സമയത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ആ കലം. ഇതുവരെ അതിന് ഒരു കുഴപ്പം പറ്റില്ല. നീയായിട്ട് പൊട്ടിക്കല്ലേ? നോക്കാം, മാസമായി ക്ലാസ് പൊട്ടിയിട്ട് പിന്നെ ഇത് മറന്നിട്ടില്ലേ കുറച്ചോനെ. വെള്ള പ്ലേറ്റ് പൊട്ടിയോ? ഒന്നുമില്ലമ്മ, പാത്രം വെച്ചതാ. എനിക്ക് ഇഷ്ടമുള്ള പാത്രമാണ്. ഇനി അന്നാ ഗ്ലാസ് പൊട്ടിച്ച പോലെ ഈ പാത്രം പൊട്ടിക്കരുത് കേട്ടോ. നോക്കി കണ്ടൊക്കെ ചെയ്യട്ടെ മോളെ. എന്താ മോളെ സൗണ്ട്? ആ ഗ്ലാസ് പൊട്ടിച്ചോ? ഇല്ലമ്മ, ഞാൻ വെറുതെ ഇവിടെ തുടച്ചിട്ട് വെറുതെ വെച്ചതുള്ളൂ. മെല്ലെ നോക്കി ചെയ്യ്, അതെനിക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സാ. അന്നൊരു ഗ്ലാസ് പൊട്ടിച്ചത് ഓർമ്മല്ലേ? അന്നൊരു ഗ്ലാസ് പൊട്ടിയതല്ലേ ഉള്ളൂ. പിന്നെ എപ്പോഴും എന്തിനാ പറയുന്നത്? മോളെ ബാങ്ക് എടുക്കാൻ സമയം ആവാനായില്ലേ? ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചോ. ഫ്രിഡ്ജൊക്കെ വെള്ളം അടക്കും മോളെ. അതിന്റെ കൂട്ടുകാർ നമ്മുടെ കുടിയിരിക്കലിൽ തന്നതാണ്. ഇനിയിപ്പോ ഇതേപോലെ ഫ്രിഡ്ജൊന്നും വാങ്ങാൻ പറ്റും തോന്നുന്നില്ല. ഫ്രിഡ്ജൊക്കെ അടക്കുമ്പോ നേരെ അടക്കണേ. കൊറേ ആയില്ലേ അവളെ വിളിച്ചിട്ട്? ഒന്ന് വിളിച്ചോക്കാം. ഹലോ, ഇതിപ്പോ എപ്പോഴാ വിളിക്കണേ? എത്ര ആഴ്ച വിളിച്ചിട്ട്? തിരക്കുകളൊക്കെ അല്ലേടി, അതാ വിളിക്കാണ്ടിരുന്നേ. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ? അന്റെ മക്കൾ എവിടെ പോയി? സ്കൂൾക്ക് പോയോ? ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോയി. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോണം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? കല്യാണം കഴിഞ്ഞ വന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു ക്ലാസ്സോ പാത്രം എന്തോ വീണ് പൊട്ടിയിട്ട് അമ്മ ചീത്ത പറഞ്ഞു പറഞ്ഞില്ലേ? അതിനെ കുറിച്ച് അവർ പിന്നെ എന്തെങ്കിലും ചോദിച്ചോ നിന്നോട്? അത് അന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ എത്ര കാലായി? ഇപ്പൊ അതിനെ ചോദിക്കാറില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അപ്പൊ ഓർമ്മ ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ പറയില്ല എത്ര കാലായി. പിന്നെ ഇതിനൊന്നും അതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല? എടി ഇല്ലടി, കൊറേ കാലങ്ങളായില്ലേ. ഇവിടെ ഒരു സാധനം ഉണ്ട് മോളെ. അന്നാ കല്യാണം കഴിഞ്ഞ് വന്ന രണ്ടാം കഴിഞ്ഞ് 2 ദിവസം ആയപ്പോ എന്റെ കയ്യിൽ ഒരു ക്ലാസ് വീണ് പൊട്ടി ഞാനോട് പറഞ്ഞില്ലേ? പിന്നെ പൊന്നോ, അതിനുശേഷം എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാ തള്ള ഓടി വരും. എന്തെങ്കിലും പൊട്ടിച്ചോ പൊട്ടിച്ചോ, അന്ന് ആ ക്ലാസ് പൊട്ടിച്ചത് ഓർമ്മല്ലേ ചോദിച്ചിട്ട് എനിക്ക് മടുത്തടി. അതിന്റെ ഒരു ഭാഗ്യം തന്നെ ഇങ്ങനെ ഒരു അമ്മായിനെ കിട്ടിയത്. എനിക്കും ഇവിടെ ഒരു സാധനം ഉണ്ട്. അല്ല പിന്നെ ഈ വീട്ടിലേക്ക് പോലെ കേട്ടോ. ശരി, ഞാൻ എന്നെ വിളിക്കാം. അതൊന്നുമില്ലമ്മ, ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്ത് ക്ലാസ് താഴെ വീണതാണ്. ക്ലാസ് ഒക്കെ എടുക്കുമ്പോ നോക്കി എടുക്കട്ടെ മോളെ.
നമുക്കിടയിൽ ജീവിക്കുന്ന ചില ആൾക്കാരെങ്കിലും ഇതാ ഇങ്ങനെയാണ് കേട്ടോ. പണ്ടെങ്ങാണ്ട് നമ്മളെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിയൊരു തെറ്റിനെ പിന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെ വീട്ടിലുണ്ട് ഇതേപോലത്തെ ആൾക്കാർ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് വീഡിയോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകൾ ഈ ഒരു വീഡിയോയിലിട്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ഇനി നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഇതിനേക്കാൾ ഉഷാറാക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്തായാലും കൂടെ ഉണ്ടാവണം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.